ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 2 വിശുദ്ധ അത്തനേഷ്യസിന്റെ തിരുനാൾ. 3-ാം നൂറ്റാണ്ടിന്റെ അന്ത്യഘട്ടത്തിൽ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ജനിച്ചു. നിഖ്യ സൂനകദോസ് കഴിഞ്ഞ് 3-ാം വർഷം മുതൽ 45 വർഷക്കാലം അലക്സാണ്ട്രിയയിലെ പാത്രിയാർക്കീസ് ആയിരുന്നു അത്തനേഷ്യസ്. 17 വർഷവും വിപ്രവാസത്തിലായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അംഗീകരിച്ച നിഖ്യ സൂനകദോസിലെ വിശ്വാസ പ്രമാണം സർവരാലും സ്വീകൃതമാകുവാൻ ചെയ്ത പരിശ്രമങ്ങളാണ് അദ്ദേഹത്തെ വിപ്രവാസത്തിലേക്ക് നയിച്ചത്. ഡോക്ടർ ഗ്രിഗറി നസിയാൻ സെൻ അത്തനേഷ്യസിനെ ഇങ്ങനെ വിവരിക്കുന്നു: അദ്ദേഹം അപരിചിതരെ സൽക്കരിക്കുന്നവനാണ്, ആശ്രിതരോട് കൃപാലുവാണ്, സകലർക്കും അഭികാമ്യനാണ്, വേഗം കോപിക്കുന്നവനല്ല, സംഭാഷണ ചതുരനാണ്, സ്വഭാവം മധുരമാണ്, വാക്കിലെന്ന പോലെ പ്രവൃത്തികളിലും കാര്യക്ഷമത പ്രകടമാണ്, ഭക്തകൃത്യങ്ങളിൽ ഉത്സാഹിയാണ്, എല്ലാ തരക്കാരും പ്രായക്കാരുമായ ക്രൈസ്തവർക്ക് സഹായകനുമാണ്. രക്തസാക്ഷിത്വം ആഗ്രഹിച്ചിരുന്നു എങ്കിലും സമാധാനപൂർണമായവയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ. പിതാവും പുത്രനും സാരാംശത്തിൽ സമന്മാരാണെന്നുള്ള വസ്തുത ശക്തിയായി 325 സൂനകദോസിൽ വച്ച് അത്തനേഷ്യസ് വാദിച്ചു. അലക്സാണ്ട്രിയയിലെ പാത്രിയാർക്കീസായ അലക്സാണ്ടർ മരിച്ചപ്പോൾ ജനങ്ങൾ ഏകസ്വരത്തിൽ ആർപ്പു വിളിച്ചു: ഞങ്ങൾക്ക് അത്തനേഷ്യസിനെ തരിക, അദ്ദേഹം നല്ല മെത്രാനായിരിക്കും. ഈജിപ്തിലെ മെത്രാന്മാർ അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിനന്ന് 30 വയസ്സു പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ആര്യൻ പാഷാണ്ഡികൾ ചക്രവർത്തിമാരുടെ അനുഭാവം നേടി അത്തനേഷ്യസിനെ 5 പ്രാവശ്യം നാടുകടത്തി. അപ്പോസ്തലന്മാർക്കു ശേഷം ക്രിസ്തു മതത്തിലെ പരിശുദ്ധ സത്യങ്ങൾ സൗമ്യമായി പഠിപ്പിച്ച മഹാനാണ് അത്തനേഷ്യസ്. വിശുദ്ധ അത്തനേഷ്യസെ, വിശ്വാസ സത്യങ്ങൾ ഞങ്ങളെയും പഠിപ്പിക്കണേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.